ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ പൂർവികരെ സ്വത്ത് വിറ്റിട്ട് ഞാൻ ഫുഡ് അടിക്കാൻ പോകുന്നതാണ് കേട്ടോ. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. സംഭവം എന്ന് വെച്ചാൽ ഇതാ ഈ രണ്ട് സാധനമുണ്ട്. അതായത് ഈ ഫാന് എൻ്റെ അമ്മമ്മയുള്ളവരോ മേടിച്ച് വെച്ച ഫാനാണ്. അതും പിന്നെ ഇത് രണ്ടും കൂടി നമ്മൾ വിൽക്കാൻ പോകുന്ന ആക്രിക്കാർക്ക്. എന്നിട്ട് എത്ര പൈസ കിട്ടുമെന്ന് നോക്കാം നമുക്ക്. നല്ല വെയിറ്റ് ഉണ്ട് സാധനം. ഇത് പണ്ടത്തേതായതുകൊണ്ട് സംഭവം തുരുമ്പാണ്. ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് വേണം പോകാൻ. സംഭവം ഞാനിത് എടുത്തിട്ട് പോകാനാണ്. ഫുള്ള് തുരുമ്പാണ്. രണ്ടുപടി ഉണ്ട് സംഭവം. എൻ്റെ നാട്ടിലൂടെ വണ്ടി എടുത്തിട്ട് പോകാം. ഒന്ന് ഏകദേശം ഇപ്പോൾ 1 കിലോമീറ്ററോളം ഉണ്ട് എനിക്കിത് കൊണ്ടുപോയി കൊടുക്കുക. നമ്മൾ ആക്രിപ്പീടിയാന്ന് പറയുന്നത്. നാട്ടിലുള്ള ഇവിടെ എന്താ പറയുക, നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ഇവിടെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ആക്രി എടുക്കുന്ന ടീംസ് ഉണ്ട്. പക്ഷെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കുറവായിരിക്കുമല്ലോ കിട്ടുക. അപ്പോൾ ഇത് നേരിട്ട് അവിടെ എന്താ പറയുക ആക്രീൻ്റെ പീടിയെ കൊണ്ടുപോയി കൊടുക്കുക. കുറച്ചും കൂടി പൈസ കൂടുതൽ കിട്ടുന്നുള്ള രീതിയിലാണ് എടുത്തിട്ട് പോകുന്നത്. എന്തായിരിക്കും എന്ന് അറിയില്ല, എത്ര പൈസ കിട്ടുന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത് തൂക്കിയിട്ടാണോ പൈസ കിട്ടുമോ നോക്കണം. ഇത് ഫാനിന് തൂക്കിയിട്ടാണെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇരുമ്പിൻ്റെ പൈസ കിട്ടുമോ നോക്കാം. എന്താണ് എനിക്കറിയില്ല ഇതിനെക്കുറിച്ചിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു മുട്ട കുന്നാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്ന കുന്നിറക്കിയിട്ടാണ് ഞാൻ വരുന്നത്. സാധനം ഇവിടെ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇത് ഞാനിങ്ങനെ കാരണവന്മാരുടെ പൈസക്ക് ഫുഡ് അടിക്കാന്ന് പറയുമ്പോൾ വേറൊരു ഫീലാണല്ലോ. അപ്പോൾ അതെന്താണ്, ഇവിടുന്ന് കിട്ടുന്ന പൈസ എത്രയാണോ അതിപ്പോൾ കൊണ്ടുപോയി ഫുഡ് അടിക്കും. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒറ്റയ്ക്ക് എടുത്തിട്ട് പോകാമെന്ന്. അവിടെ വീട്ടിലിരിക്കുമ്പോൾ ഇത് കണ്ട് കുറേ ആയി അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇത് കൊടുക്കാണ്ട് വെച്ചതാണ്. ഞാനിപ്പോൾ ഇന്ന് ഇങ്ങ് എടുത്തിട്ട് വന്നതാണ്. നമ്മുടെ നാട്ടിലെ ആക്രിപ്പീടിയ കുറേ സാധനമുണ്ട്. ഇതാ എൻ്റെ വണ്ടിയിൽ ഞാനിവിടെ സാധനം എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഈ 2 സാധനമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഞാൻ എടുത്തരാം. അത് വെക്കാം. ഒരു മിനിറ്റ്, എൻ്റെ സീറ്റ് കയറണം. എത്രയുള്ളേ തൂക്കണ്ട? ഫാനിന് പൈസ വെയിറ്റുള്ള തൂക്കം എത്രയുള്ള? 78 കിലോ അല്ല 7 കിലോ. 7 കിലോ. പക്ഷെ തൂക്കത്തിനല്ലല്ലോ. ഇത് രണ്ടും കൂടിയിട്ട് വരുന്നത് 9.7. ഓക്കെ, 9,700 അല്ലേ ഉള്ളൂ. വെള്ളം എടുത്ത് മറിച്ച് വെക്കുമ്പോൾ വെള്ളം കുടിക്കാൻ വെള്ളമില്ല. കടലെത്ര അപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ 252 രൂപയാണ് എനിക്ക് കിട്ടിയത്. അതായത് സംഭവം എന്ന് വെച്ചാൽ ഫാനിൻ്റെ അങ്ങനെ അണ്ണാച്ചുകൾ വന്നിട്ട് എടുക്കുന്നത് തൂക്കത്തിന്, ഒരു ഫാനിന് ഇത്ര എന്നുള്ള രീതിയിലേക്കാണ്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ ഫാനാണെങ്കിൽ 220 റുപ്യാറ്റുണ്ട്. അല്ലാത്ത ഫാനിന് പൈസ കുറവാണ്, 120 റുപ്യ അങ്ങനെ നാട്ടിൽ വന്നവർ പറയുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇവിടുന്ന് ഇവർ ഇരുമ്പിൻ്റെ ഫാനായതുകൊണ്ട് അവർ തൂക്കിയിട്ട് ഇരുമ്പിൻ്റെ വിലക്ക് എടുക്കാം. അപ്പോൾ ഏകദേശം 9.7 ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക 26 റുപ്യ കിലോന് വെച്ച് നോക്കുമ്പോൾ എനിക്ക് 252 രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതിന് കണ്ടില്ല. ഞാൻ ഫാനിന് ആകെ ഒരു വിചാരിച്ച ഒരു 120 റുപ്യ 130 റുപ്യ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ലാഭമാണ്. അപ്പോൾ 252 റുപ്യ വെച്ചിട്ടാണ് ഇനി ഫുഡ് അടിക്കാൻ പോകുന്നത്. ഈയാന്ന് എന്നോട് പറഞ്ഞത് ഫാൻ എടുക്കണ്ട, തൂക്കിയിട്ട് എടുത്തു, അതാ ലാഭം എന്നല്ലേ. ഓക്കെ ബൈ.